നമസ്തേ. എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം കിട്ടട്ടെ. സർവദോഷങ്ങളും മാറി വരട്ടെ. എൻ്റെ ഉപാസനാമൂർത്തികളുടെ ഉഗ്രശക്തിയായിട്ടിരിക്കുന്ന ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ മൂർത്തികൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പൂയ നക്ഷത്രം സ്ത്രീക്കും പുരുഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ് അനുഭവ ഗുണങ്ങൾ വരുന്നതായിട്ട് മൂർത്തികൾ ഇപ്പോൾ പറയുന്നത്. അതായത് 31 വയസ്സിന് ശേഷം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു മോചനം ലഭിക്കുന്നത് 31 വയസ്സിന് ശേഷമാണ്. അതിശക്തമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നത് 35-ാമത്തെ വയസ്സ് മുതലാണ്. വിവാഹം പുരുഷനും സ്ത്രീക്കും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട് നോക്കി നടത്തേണ്ടുന്ന ഒരു വിവാഹമാണ് നിങ്ങളുടേതെന്ന് പറയുന്നത്. കാരണം പെൺകുട്ടികൾക്കാണെങ്കിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് 27.5 വയസ്സാണ് അത്യുത്തമമായിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് 25 വയസ്സുണ്ട്. അതിന് മുന്നോടിയായിട്ട് 19 വയസ്സുണ്ട്. ഇതിൽ 27 വയസ്സാണ് അത്യുത്തമമായിട്ടിരിക്കുന്നത്. അപ്പം വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കുകയും ചെയ്യരുത്. 27 വയസ്സിൽ കൃത്യമായിട്ട് നടക്കും. അത് ശുഭകരമായിരിക്കും. ഇല്ല എങ്കിൽ വിവാഹബന്ധം വേർപെട്ട് പോവുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് വിവാഹം ചെയ്തവർക്കാണെങ്കിൽ യാതൊരു കാരണം കൂടാതെ കലഹങ്ങളുണ്ടാവുകയോ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുകയോ വിഷമങ്ങളുണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പുരുഷന് വിവാഹപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ പറയപ്പെടുന്ന കാലയളവിലല്ല. 29.5 അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ 35. പുരുഷനെ സംബന്ധിച്ച് 35 വയസ്സിന് ശേഷം അത്ഭുതകരമായിട്ടുള്ള ജീവിതത്തിൽ ഉയർച്ചയും മാറ്റമാണ് ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വളർച്ച ഉണ്ടാകുന്നത്. അതായത് ഏതെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൊഴിലിൽ സ്ഥാനമാനം ലഭിക്കുകയോ അതുവഴി സാമ്പത്തിക ഉന്നതി ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ്. വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചതിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പതിവാക്കുക. നിങ്ങൾ കുടുംബക്ഷേത്രത്തിലാണ് മുഖ്യമായിട്ടും പോകേണ്ടത്. കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാടുകൾ നടത്തണം. വഴിപാടുകൾ നടത്തി അനുഗ്രഹങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം ഉണ്ടാകത്തില്ല. ഈ 13 വയസ്സ് മുതൽ ഏകദേശം ഒരു 23-24 വയസ്സ് വരെയൊക്കെ വളരെയേറെ ക്ലേശങ്ങൾ വളരെയേറെ കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പലതരത്തിലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിലും അതിനുശേഷം വരുന്ന സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നുകിൽ ആ സ്നേഹബന്ധത്തെ ഗൗരവപൂർവമായിട്ട് കൊണ്ടുപോവുക. നല്ലതായിട്ടുള്ള ബന്ധമാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക. പരസ്പര വിട്ടുവീഴ്ചകളോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. മുഖ്യമായിട്ടും മൂർത്തികൾ പറയുന്നത് സാമ്പത്തിക ഉന്നതിയാണ് പറയുന്നത്. അത് ഈ പറയുന്ന കാലഘട്ടമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് കുടുംബക്ഷേത്രവും ഒന്ന് ഗണപതി ക്ഷേത്രം.
പിന്നെ ഭദ്രകാളി ക്ഷേത്രം. ഈ രണ്ടിടത്തുമാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ പോയി യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് പൂയം നക്ഷത്രത്തെക്കുറിച്ച് ഇത്രയാണ് മൂർത്തികൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂർത്തികൾ അനുഗ്രഹിക്കുന്ന സമയത്ത് പൂയ നക്ഷത്രം വീണ്ടും പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പൂയ നക്ഷത്രക്കാരത്തിൽ കേട്ട് ഈ പറയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കതിനുള്ള ഗുണമുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മൂർത്തിയുടെ പൂജയിൽ എല്ലാവരുടെയും പേര് നക്ഷത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ആരുടെയും പേര് നക്ഷത്രം ഞാൻ എടുത്ത് പറയുന്നില്ല. നാളത്തെ പൂജയിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും പേര് നക്ഷത്രവും അതിനകത്ത് ഉൾക്കൊള്ളിച്ച് തന്നെയായിരിക്കും പൂജ നടത്തുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരുത്തട്ടെ.